ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കൂന്തൽ തോരൻ്റെ റെസിപ്പി ആയിട്ടാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു തോരനാണ്. വളരെ വേഗം നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. ഇതിനായിട്ട് ഞാൻ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കണവ. അതിലേക്ക് കുറച്ച് ഉപ്പും ഒരു ഹാഫ് ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് ആവശ്യത്തിന് വെള്ളവും ചേർത്തിട്ട് വേവിച്ചെടുക്കാം. ഒരു 7-8 മിനിറ്റെങ്കിലും ഇങ്ങനെ വേവിച്ചെടുക്കണം. അപ്പോൾ ഇത് തിളച്ച് കഴിയുമ്പോൾ ഇതിൽ നിന്നുള്ള വെള്ളവും കൂടെ ഇറങ്ങി വരും. അത് നോക്കിയിട്ട് ആവശ്യത്തിന് മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കാം. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് തിളച്ച് വരുമ്പോൾ തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് അടച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി തീ ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇത് അടച്ച് വെച്ചിട്ട് ഒരു 7-8 അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് വരെ വേവിച്ചെടുക്കാം. കണവ ഒരുപാടങ്ങ് വെന്തു പോയാലും ഒത്തിരി ഹാർഡായിട്ടിരിക്കും. അതുകൊണ്ട് ഒരുപാടങ്ങ് വേവിക്കേണ്ട ആവശ്യമില്ല. വേറൊരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ചേർത്തിട്ട് കടുക് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ള ഇഞ്ചിയും ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ള വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പില കൂടി ചേർത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് പച്ചമണം പോകുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ പച്ചമണമൊക്കെ പോയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് സവാളയാണ് ചേർക്കുന്നത്. 2 മീഡിയം സൈസിലുള്ള സവാള ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ളതാണ്. ഇനി ഇത് വഴന്നു വരാനായിട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇത് ഒരുവിധം ഒന്ന് കുക്കായിട്ടുണ്ട്. വെള്ളമൊക്കെ കുറച്ചൊന്ന് വറ്റി വന്നിട്ടുണ്ട്. ഒന്നുകൂടെ അടച്ചു വെച്ച് വേവിക്കാം. സവാള ഒന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട്. കുറച്ചും കൂടെ ഒന്ന് വഴന്നു വരുമ്പോൾ ഇതിലേക്ക് കണവയും അതുപോലെ അരപ്പൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിനായിട്ട് ഞാൻ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. ഒരു 2 പിടിയോളം തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 5-6 ചെറിയ ഉള്ളിയും ആവശ്യത്തിന് എരിവിനനുസരിച്ചിട്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു വലിയ പച്ചമുളക് ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും വലിയ ജീരകവും ചേർക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മതിയാവും. ഒരു 1/2 ടീസ്പൂൺ വലിയ ജീരകവും ചേർത്തിട്ട് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് കറക്കി എടുത്താൽ മതി. ഒരുപാട് അങ്ങ് അരഞ്ഞു പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത് ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. സവാള നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള കണവ ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് അരപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. തേങ്ങയും പച്ചമുളകും ഉള്ളിയും കൂടെ ചതച്ച് വെച്ചിട്ടുള്ളത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇതിനെ അടച്ച് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റും കൂടെ വേവിച്ചെടുത്താൽ മതി. അപ്പോൾ ഒരു നുള്ളു ഉപ്പ് കൂടി ചേർത്തിട്ടുണ്ട്. അരപ്പിലേക്കുള്ള ഉപ്പാണ്. കണവയും അതുപോലെ സവാളയൊക്കെ ഉപ്പ് ചേർത്തിട്ടുള്ളതാണ്. ഇതേപോലെ ഒന്ന് ഒരു 5 മിനിറ്റ് കൂടെ വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് 5 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നന്നായിട്ട് കുക്കായിട്ടുണ്ട്. അതിലേക്കൊരു 1/2 ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടിയും ഒരു 2 നുള്ള് ഗരം മസാലയും കൂടി ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് മിക്സ് ചെയ്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ വളരെ ഈസി ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു തോരനാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. താങ്ക്